എന്തായി പറയുന്നവർ അവൈലബിൾ പരിപാടിയായിട്ട് അറേഞ്ച് ചെയ്തതാണ്. താഴെ നല്ല മത്സരങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി യോജിക്കത്തില്ല. എങ്കിലും ഞാൻ ഈ കടയ്ക്കൽ ഉസ്താദിൻ്റെ കൂടെ വന്നത്, അതുകൊണ്ട് ഉസ്താദിൻ്റെ കൂടെ തന്നെ പോകണം. ഉസ്താദിന് കുറച്ച് അവസരയും ധൃതിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഒരു പങ്കാളിത്തം നിർവഹിച്ചുകൊണ്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ കടയ്ക്കൽ ഉസ്താദ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കളുള്ള കടപ്പാടുകൾ നമ്മുടെ ദർസുകളിൽ, അറബി കോളേജുകളിൽ, മദ്രസകളിലൊക്കെ ഏറ്റവും പ്രമുഖമായി പഠിക്കുന്ന ഒരു വിഷയമാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളമുള്ള മക്കളുടെ കടപ്പാട് ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രഖ്യാപിച്ചു, അൽ ജന്നത്തു തഹ്ത ഖദമൈ ഉമ്മിക്ക്. ഒരാളിൻ്റെ സ്വർഗം ഉമ്മയുടെ 2 പാദത്തിൻ്റെ കീഴിലാണെന്നും. ഒരാൾ പഠിച്ച് വലിയ ബിരുദവും MFB ബിരുദവും ഒക്കെ എടുത്ത് രാവും പകലും വ്യത്യാസമില്ലാതെ ഇബാദത്തിലും പ്രബോധനത്തിലുമൊക്കെ മുഴുകിക്കഴിയുന്നു. പക്ഷേ അയാൾക്ക് ഉമ്മയുടെ പൊരുത്തം ലഭിച്ചില്ലെങ്കിൽ സ്വർഗത്തിൻ്റെ സ്മെല്ല് പോലും ശ്വസിക്കാൻ സാധ്യമല്ല. അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. ഞാൻ പഠിച്ചു, കുറേയേറെ വർഷം ദർസിൽ പഠിച്ചു, ഒരു വലിയ സ്ഥാപനത്തിൽ പോയി ഡിഗ്രി എടുത്തു. ഈ സമുദായത്തിന് വേണ്ടി രാവും പകലും വ്യത്യാസമില്ലാതെ ഈടുറ്റ സേവനങ്ങൾ ചെയ്തു. പ്രബോധനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ നടത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മയുടെ പൊരുത്തവും കൂടി സമ്പാദിച്ചെങ്കിൽ മാത്രമേ സ്വർഗം ലഭ്യമാകുകയുള്ളൂ. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടാണത്. ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, എനിക്ക് ആരോടാണ് കടപ്പാടുകൾ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? നിൻ്റെ ഉമ്മയോട്. പിന്നെ ആരോടാ? നിൻ്റെ ഉമ്മയോട് തന്നെ. ഇനി ആരോടാ? നിൻ്റെ ബാപ്പയോട്. അപ്പോൾ സ്വാഭാവികമായി അത് വളരെ ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം ബാപ്പ അനുഭവിക്കാത്ത, ബാപ്പ അധ്വാനിച്ച് സമ്പാദിച്ചൊക്കെ തന്നിട്ടുണ്ടാവും. 3 തരത്തിലുള്ള കഷ്ടതകൾ ഉമ്മ അധികം അനുഭവിക്കുകയാണ്. അത് ഖുർആൻ വ്യക്തമായി പറഞ്ഞു. ഹമലത്തുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. വളരെയേറെ ത്യാഗങ്ങളും അവശതയും ക്ഷീണവും ഒക്കെ അനുഭവിച്ച് ഗർഭം ധരിച്ചു. മരണവേദനയ്ക്ക് തുല്യമായ പ്രസവവേദന പ്രസവിച്ചു, പാലൂട്ടി വളർത്തി. അപ്പോൾ ഈ ഉമ്മയോടുള്ള കടപ്പാട് വളരെ വലുതാണ്. ആ കടപ്പാട് സൂക്ഷിക്കാത്ത മക്കൾക്ക് സ്വർഗം അന്യമാണ്, ലഭ്യമല്ല. ഞാനിത് പറഞ്ഞത് ഇതിവിടെ പറയേണ്ട ഒരു വിഷയമാണോ അല്ലേ എന്നൊരു ഉസ്താദ് സംസാരിച്ചുകൊണ്ട് കേട്ട് വന്നതുകൊണ്ട് അവിടുന്ന് തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ. ഈ അടുത്ത് ഒരു കാലത്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ അടുത്ത പ്രദേശമാണ് കോഴിക്കോട് താമരശ്ശേരിയിൽ 53 വയസ്സുകാരിയായ ഒരു ഉമ്മയെ 23 വയസ്സുകാരനായ ഒരു മകൻ പരസ്യമായി പകൽ സമയത്ത് വെട്ടിക്കൊന്നു. അങ്ങനെ സാധാരണ ഇപ്പോൾ അമ്മയും അച്ഛനെയും ബാപ്പായും ഉമ്മയും സഹോദരനെയും സഹോദരിയും ഒക്കെ പലരും കൊല ചെയ്യാറുണ്ട്. എന്നാൽ ഇതിലുള്ള ഒരു പ്രത്യേക പ്രമേയം, താമരശ്ശേരി പോലീസ് അവനെ അറസ്റ്റ് ചെയ്ത്, എന്തിനാണ് നീ കിരാതമായി മൃഗീയമായി നിൻ്റെ ഉമ്മയെ കൊന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി അതാണ് നമ്മൾ കുറിച്ചിടേണ്ടത്. എന്നെ ജനിപ്പിച്ചതിൻ്റെ പ്രതികാരം ചെയ്തതാണ്. എന്നെ ജനിപ്പിച്ചതിൻ്റെ പ്രതികാരം ചെയ്തതാണെന്ന്. ഈ തരത്തിലുള്ള ഒരു മറുപടി ഒരു കൊലപാതകയും ഒരു പോലീസിനോടും ഈ കാലം വരെ പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ മാത്രമാണ് കേട്ടത്.
അതൊരു മുസ്ലിം യുവാവാണ്. ആ തരത്തിൽ ചെയ്യാൻ അവനെ പ്രേരിപ്പിച്ചത് MDMA എന്ന മാരകമായ ലഹരി പദാർത്ഥമാണ്. ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ എന്തിനേറെ പറയണം, വളരെ നമുക്ക് പറയാൻ പാടില്ലാത്ത കേന്ദ്രങ്ങളിൽ പോലും ഈ പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുകയും അത് കുട്ടികൾ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതിനെതിരായിട്ടുള്ള ഒരു ജിഹാദാണ് ഇപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. DKISF ദക്ഷിണ കേരള ജമിയത്തുലമയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമാണ്. ഉലമാക്കൾ, ഉമറാക്കൾ, യുവാക്കൾ, വിദ്യാർത്ഥികൾ, സമുദായത്തിൻ്റെ ഈ 4 ഘടകങ്ങളും കൂടി ചേരുന്ന ഒത്തൊരുമിച്ചുകൊണ്ടുള്ള ഒരു വലിയ വിഹായ്സ്, അതിരുകൾ നിർണ്ണയിക്കപ്പെടാൻ കഴിയാത്ത ഒരു വിഹായ്സാണ് ദക്ഷിണ കേരള ജമിയത്തുലമ. നിങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെയൊക്കെ സൂര്യൻ അസ്തമിക്കാൻ ഇനി 1/2 മിനിറ്റ് കാണത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കടയ്ക്കൽ ഉസ്താദിൻ്റെ സൂര്യൻ പകുതിയായിട്ടുള്ളൂ, ഉച്ചവരെ ആയിട്ടുള്ളൂ. അല്ലാഹു തആല ഞാൻ എപ്പോഴും പറയും, ഏറെ നീട്ടി ആരോഗ്യവും ആയുസ്സും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. കടയ്ക്കൽ ഉസ്താദിനെ പാറം വയ്ക്കാൻ കടയ്ക്കൽ ഉസ്താദേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്ന് പലരും നോക്കിക്കണ്ടൊക്കെ പോയി. ഉസ്താദ് ഇവിടെ ഇരിക്കുന്നത് എന്നോട് ധൃതി കൂട്ടിയപ്പോൾ ഞാൻ പറഞ്ഞ്, ഉസ്താദ് പോയി എൻ്റെ ഷഫീർ ഖാനെയൊക്കെ ഒന്ന് കണ്ട് നോക്ക്, ഒരു അഡ്വാൻസ് ബെയിലെടുത്ത് പോകാൻ പറ്റുമെങ്കിൽ പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ശബ്ദവും ശൈലിയും പണ്ട് എങ്ങനെയാണോ പ്രസംഗിച്ചത് അതേ ശൈലി ഇപ്പോഴും പ്രസംഗിച്ച് ഞാൻ കേട്ടു. ആണ് സന്തോഷമുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് കലയിലും സാഹിത്യത്തിലും നിങ്ങൾ വളരണം, നിങ്ങളുടെ സർഗശേഷി വികസിച്ച് വരണം. ദക്ഷിണ കേരള ജമിയത്തുലമയുടെ നേതൃത്വം നാളെ നിങ്ങളുടെയൊക്കെ കയ്യിലാണ്. ഇപ്പോൾ നമുക്ക് ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് ഈ ലഹരിക്ക് എതിരായിട്ടുള്ള പ്രതിജ്ഞ. ഇവിടെ ബാനർ നൂത്തിട്ട് പ്രതിജ്ഞ എടുക്കുമ്പോൾ ഒന്നാമതായി ലഹരിക്ക് എതിരായിട്ടുള്ള ഒരു പ്രതിജ്ഞയാണ് ചൊല്ലിക്കൊടുക്കേണ്ടതും ചൊല്ലപ്പെടേണ്ടതും. അപ്പോൾ അത് ഒന്ന്. പിന്നെ ഫലസ്തീൻ, ഇസ്രായേൽ നടത്തുന്ന ക്രൂരത, പിന്നെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നേരത്തെ ഇവിടെ കുട്ടികൾ പ്രസംഗിച്ചപ്പോൾ വളരെ സന്തോഷകരമായി കേട്ടു. ഈ വഖഫ് വിഷയം, ബില്ല്, മുൻപ് വഖഫ് പ്രശ്നം, അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി, മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ ആക്രമിക്കാം, ദ്രോഹിക്കാം, എങ്ങനെയൊക്കെ അമർച്ച ചെയ്യാൻ പറ്റും, അതൊക്കെ ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭരണകൂടത്തിൻ്റെ മുഷ്ടി പ്രയോഗിക്കപ്പെടുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ നേർക്കാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു സമരപരിപാടിയിലൂടെയോ മറ്റോ അല്ല നേരിടേണ്ടത്. നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ പ്രാർത്ഥനയും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ തീർച്ചയായും ഇതൊക്കെ പരാജയപ്പെട്ടു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വളരണം. ഈ കലാസാഹിത്യ മത്സര പരിപാടികളൊക്കെ അതിന് നിധാനമാകണം. നമ്മൾ ദക്ഷിണ കേരള ജമിയത്തുലമയുടെ 70ാം വാർഷികം നടത്തുമ്പോൾ ഓരോ താലൂക്ക് ബേസിലും പ്രത്യേകം കമ്മിറ്റികൾ എടുക്കുന്നു. ഒന്ന് മാലിന്യ നിർമ്മാർജ്ജനം, മറ്റൊന്ന് ലഹരി വിരുദ്ധ പ്രചരണം, അവബോധം, അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തനങ്ങൾ. ഇതൊക്കെ നമ്മുടെ 70ാം വാർഷിക സന്ദേശത്തിൻ്റെ ഭാഗമാണ്. അതൊക്കെ ഇൻഷാ അല്ലാഹ് അത് താലൂക്ക് ബേസിൽ തന്നെ അറിയിക്കുകയും നിങ്ങൾ കുട്ടികൾ ആ രംഗത്തൊക്കെ ഒന്നും വേണ്ട, നിങ്ങൾ പഠിക്കുന്ന കേന്ദ്രങ്ങളിലെ ഒക്കെ തന്നെ അവർ പരിസരം വൃത്തിയാക്കുകയും അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നട്ടുപിടിപ്പിക്കുകയൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. ഇവിടെ ചടയമംഗലത്തിനടുത്ത് പോരയിടത്ത് നമ്മുടെ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിലെ കുട്ടികൾ ഏതാണ്ട് 2.5 ഏക്കർ സ്ഥലത്ത് അവർ കൃഷി ഇറക്കുകയാണ്. സർക്കാരിൻ്റെ എല്ലാ സഹകരണവും സഹായവും അവർക്കുണ്ട്. ഈ ഒരു രാത്രിയാണെങ്കിൽ പോലും ഞാനും കടയ്ക്കൽ ഉസ്താദൊക്കെ പോയി. മാത്രമല്ല അവരുടെ കൃഷിയിടത്തിലൊന്ന് പോകണം. ഒരുപാട് ത്യാഗം ചെയ്താണ് പോയത്. പക്ഷേ അവരുടെ താല്പര്യം കണക്കിലെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ പരിസരം വൃത്തിയാക്കുകയും ആ സ്ഥാപനം തന്നെ വൃത്തിയാക്കുകയും അതോടൊപ്പം തന്നെ അവിടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നട്ടുപിടിപ്പിച്ച് നമുക്ക് ഒരു ജീവിത നിധാനമാക്കുകയും ചെയ്യാൻ ഓരോരുത്തരും ശ്രമിക്കണം.
അതിനൊക്കെ DKISF നമ്മുടെ ഓരോ മദ്രസയിലും DKISFിൻ്റെ യൂണിറ്റുകൾ സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദർസിലും സ്ഥാപിക്കപ്പെടുകയാണ്. ഓരോ അറബി കോളേജിലും സ്ഥാപിക്കപ്പെടുകയാണ്. അതൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സർഗ്ഗശേഷി വികസിപ്പിച്ച്, നിങ്ങളുടെ ശേഷി, നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മനസ്സുമൊക്കെ ഒന്ന് വികസിപ്പിച്ച് ഈ സമൂഹത്തിന്, ഈ രാഷ്ട്രത്തിന്, മനുഷ്യ സമൂഹത്തിനാകമാനം പ്രയോജനപ്പെടുത്താൻ ഉപകരിക്കുന്ന പ്രവർത്തനങ്ങളാണ് DKISF നടത്തുന്നത്. ഇവിടെ DKICCയുടെ നല്ല ഒരു ഓർഗനൈസർ മുഹമ്മദ് അസ്ലം, അദ്ദേഹത്തിന് ഒരു അവാർഡ് കൊടുക്കുന്നു. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹം പനൂരുകാരനാണെന്ന് മാത്രമല്ല, ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഏറ്റവും വലിയ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു വലിയ സഹായി, ഒരു സംരക്ഷകൻ, ഞങ്ങളൊക്കെ വിളിക്കുന്ന സൂപ്രണ്ട് എന്നാണ്. അദ്ദേഹത്തിന് ജമാഅത്തിൻ്റെ യഥാർത്ഥത്തിൽ ഒരു സൂപ്രണ്ട് തന്നെയായിരുന്നു അദ്ദേഹം. വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഇളയ മകനാണ് മൗലവി മുഹമ്മദ് അസ്ലം. അദ്ദേഹത്തിന് ഒരു അവാർഡ് ഏർപ്പെടുത്തിയതിൽ ഞാൻ DKISFിൻ്റെ സംസ്ഥാന കമ്മിറ്റിയെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. അത് കൊടുക്കാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്തതിൽ 2 സന്തോഷം എനിക്കുണ്ട്. കാരണം എനിക്കറിയുന്ന എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു കുട്ടിയാണ് മുഹമ്മദ് അസ്ലം, അങ്ങനെ പറയുന്നതാണ് ശരി. ഇപ്പോൾ വലിയ മൗലവിയാണ്, വലിയ നേതാവാണ്, ഒക്കെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കുട്ടിയാണ്. എൻ്റെ മകനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത്, അതുപോലെയാണ് ബഹുമാനപ്പെട്ട സൂപ്രണ്ട് നവ്വറല്ലാഹു മർഖദ, അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉണ്ടല്ലേ, സോറി, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും സ്നേഹത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇപ്പം എങ്ങനെയുണ്ട് അദ്ദേഹം? ഹജ്ജും ചെയ്തല്ലോ. അദ്ദേഹത്തിന് 99 വയസ്സുണ്ട്. എനിക്ക് തെറ്റുപറ്റിപ്പോയതാണ്. ഇപ്പം പലവരൊക്കെ പോകുമ്പോൾ കാണുന്നില്ല, അങ്ങനെ തോന്നിപ്പോയതാണ്. അദ്ദേഹം ഹജ്ജ് ചെയ്ത ആളാണ്. മുഹമ്മദ് അസ്ലമിൻ്റെ ഉമ്മായി മജീദാണ്. ഹജ്ജ് ചെയ്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇഹ്റാം ചെയ്യിച്ച് ഹജ്ജിനയച്ച, തിരിച്ചു വരുമ്പോൾ എയർപോർട്ടിൽ സ്വീകരിച്ച് അദ്ദേഹത്തെ നാട്ടിലേക്ക് യാത്ര അയച്ച ആ ഒരു സൗഭാഗ്യം കൂടി എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം, ഇവരിപ്പോൾ മുഹമ്മദ് അസ്ലമൊക്കെ എങ്ങനെയാണോ അദ്ദേഹത്തെ പരിചരിക്കുന്നത്, അതുപോലെയായിരുന്നു എൻ്റെ പരിചരണം അദ്ദേഹം അംഗീകരിച്ചതും കണ്ടതും. പടച്ചവൻ അദ്ദേഹത്തിന് കൂടുതൽ ആഫിയത്തും സ്നേഹത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കട്ടെ. ജമാഅത്തിന് വേണ്ടി, ഞങ്ങളുടെ ദർസിന് വേണ്ടി, ഞങ്ങൾ മുത്തഅല്ലിമീങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്ത എല്ലാ സേവനങ്ങളും അല്ലാഹുവേ അദ്ദേഹത്തിന് നീ ദുനിയാവിലും ആഖിറത്തിലും പ്രദാനം ചെയ്ത് ആഫിയത്തും സ്നേഹത്തും ദീർഘായുസ്സും കൊടുത്ത് അനുഗ്രഹിക്കണേ തമ്പുരാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം സന്തോഷത്തോടെ ആശീർവാദത്തോടുകൂടി ഞാൻ ഈ മെമ്മണ്ടം മുഹമ്മദ് അസ്ലം മൗലവിക്ക് നൽകുകയും